പുലിപ്പേടിയിൽ പാലുശ്ശേരി കാരമറ്റം പ്രദേശം ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി ആടിനെ കടിച്ചുകൊന്നു. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. കാരമറ്റം സ്വദേശി പ്രവീൺ എന്നയാളുടെ ആടിനെയാണ് കടിച്ചുകൊന്നത്. ആടുകളുടെ ബഹളം കേട്ട് പ്രവീണിന്റെ അച്ഛൻ ഓടിയെത്തിയപ്പോഴേക്കും പുലി ഓടിമറഞ്ഞിരുന്നു. ഏഴാറ്റുമുഖം ഫോറസ്റ്റ് ഡിവിഷൻ ഉദ്യോഗസ്ഥൻ ഇന്ന് സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പരിശോധിച്ച് പുലിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി വനപാലകരുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ കറുകുറ്റി പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേർന്നു. നമ്മുടെ കറുകുറ്റി പഞ്ചായത്തിലെ പാലിശ്ശേരി ഭാഗത്ത് ഇവിടെ പുലി ഇറങ്ങി ആടിനെ പിടിച്ചതായിട്ട് അറിയാൻ സാധിച്ചു. ചേട്ടന്റെ ആടിനെയാണ് നഷ്ടപ്പെട്ടതെന്ന് അറിയുന്നത്. ചേട്ടന്റെ പേരെങ്ങനെയാണ്, സ്ഥലം എന്ന് പറയാമോ? എന്റെ പേര് പ്രവീൺ എന്നാണ്. സ്ഥലം കറുകുറ്റി പഞ്ചായത്തിലെ കാരമറ്റം. ഇതിന്റെ പ്ലാന്റേഴ്സ് ക്രഷറിന്റെ പരിസരത്താണ് വെച്ചാണ് പുലി ഇന്നലെ വൈകിട്ട് ഒരു 4 മണിയോട് കൂടിയാണ് പുലി ആടിനെ പിടിച്ചേക്കണേ. അപ്പൊ ആടിന്റെ കൂടെ അച്ഛൻ ഉണ്ടായിരുന്നു. ആടുകൾ ഓടി മാറണ കണ്ട് പേടിച്ച് ഓടി മാറണ കണ്ടാണ് അച്ഛൻ ആടുകളുടെ അടുത്തേക്ക് ചെന്നേ. അപ്പൊ ചെന്ന് അത് കഴിഞ്ഞപ്പോ ആടുകളെ എണ്ണി നോക്കിയപ്പോണ് ഒരെണ്ണത്തിനെ കുറവ് കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ എന്നെ ഫോൺ വിളിച്ച് ഇങ്ങനെ ആടിനെ കാണാനില്ലാന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പം ഞാനും കൂടി കയറി ചെന്നു. അവിടെ ആടുകൾ നിന്ന പരിസരത്ത് നോക്കി കഴിഞ്ഞപ്പോണ് എന്തോ ചോരയുടെ പാട് കണ്ടാണ് ഞങ്ങൾ നോക്കി. അപ്പൊ അങ്ങനെ കാട്ടിക്കട കുറെ ദൂരത്തേക്ക് ചോരയുടെ പാട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിക്കണ ഒരു പാടും ഇതൊക്കെ കണ്ടു. ഞങ്ങൾ അങ്ങനെ അത് നോക്കി അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ കുറച്ച് കുറെ ദൂരത്തേക്ക് ആടിനെ വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. വേറൊരു കാട്ടിലേക്കാണ് കൊണ്ടുപോയിക്കണേ. അപ്പൊ അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോ ചോരയുടെ പാടും പുലിയുടെ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ കാൽപാതകൾ കണ്ടു കഴിഞ്ഞപ്പോണ് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം ആടുകളെ കൊണ്ട് വീട്ടിൽ കയറ്റി കൂട്ടിലാക്കിയതിന് ശേഷം മെമ്പർക്കും അനീഷേട്ടനും ഇവർക്കൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവര് വേഗം ഫോറസ്റ്റുകാരെ അറിയിച്ചാണ്. ഫോറസ്റ്റുകാർ വന്ന് രണ്ടാമത് ഫോറസ്റ്റുകാർ ഉൾപ്പെടെ കയറി ചെല്ലാനായിരുന്നു. ഞങ്ങൾ കയറി ചെല്ലേണ്ട മറുവശത്തു നിന്ന് കയറി വന്ന 2 പേര് പുലി കിടക്കണ കണ്ട് ഫോട്ടോ എടുത്തതും അവര് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞതും പുലി അവിടെ കിടക്കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ കാട്ടിൽ നിന്ന് മാറി വേറെ വഴിക്ക് കയറി ചെന്ന് ഈ പുലി കിടന്ന സ്ഥലത്ത് ചെല്ലാൻ ഫോറസ്റ്റുകാർ അവിടെ നോക്കിയപ്പോ കാൽപ്പാട് കാണാൻ ചെയ്ത് അവരും പറഞ്ഞു പുലി എന്നുള്ള രീതിയിൽ തന്നെ അവരും സ്ഥിരീകരിച്ചുകൊണ്ടാണ് പോയേക്കണേ. ഇന്ന് രാവിലെ അവർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കാടും പരിസരമൊക്കെ ഒന്ന് നോക്കി എന്താ കൂട് വെക്കുക, എന്ത് കെണികൾ വെക്കണോ എന്ന് ചെയ്യാൻ അത് ആലോചിക്കാൻ വേണ്ടി വരാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ പുലിയുടെ ഫോട്ടോ എടുത്തതിൽ കണ്ടിട്ട് ഇത് പുലി തന്നെയാണെന്നാണ് ഒരുവിധം വലിപ്പമുള്ള രീതിയിലാ കണ്ടായിരുന്നെ. ഇതിക്ക് മുന്നേ ഇവിടെ പുലി വന്നിട്ടുണ്ട്. മുന്നേ വന്നപ്പോ ഞങ്ങളുടെ തന്നെ എൻ്റെ അമ്മ വീട്ടിലെ ഒരു 7 ആടിന്റെ അടുത്ത് പിടിച്ചു. പിന്നെ ഇവിടെ നാട്ടിലെ 1-2 വീടുകളിലൊക്കെ ഓരോന്നും ഈ 2 ആയിട്ട് പിടിച്ചിട്ടുണ്ടായി. പുലി മുന്നേ വന്നിട്ടുണ്ട്. ഇപ്പൊ ആ പരിസരമൊക്കെ ഭയങ്കര കാടായിട്ട് കിടക്കണ ഇതായതുകൊണ്ട് അവിടെ പുലി മാത്രമല്ല ഇപ്പൊ എല്ലാ ഒരുമാതിരിപ്പെട്ട പന്നിയുണ്ട്, കുറുക്കനും ഈ വക സാധനങ്ങളൊക്കെ ഇവിടെ വന്ന് ഈ പരിസരത്ത് വന്നിട്ടുണ്ട്. ശല്യം എന്ന് വെച്ചാൽ ഇവിടെ പാടത്തൊന്നും കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ കൊള്ളി കുത്തിയിട്ട് വരെ ഒരു കട കൊള്ളി പോലും പറിക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. 10,000 കട കൊള്ളി കുത്തിയിട്ട് അത് 2 പ്രാവശ്യത്തോട് കൊള്ളി കുത്തൽ നിർത്തി. ഇവിടെ നാട്ടുകാരെല്ലാവരും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എനിക്കിപ്പോ 16 ഉണ്ടായി. ഇപ്പൊ ഇന്നലെ ഒരെണ്ണം പിടിച്ച് 15 ഉണ്ട് ഇപ്പൊ.